ഹോളിവുഡിലെ സുവർണ കാലഘട്ടത്തിലെ പ്രശസ്ത നടനായ ചാൾസ് ലോട്ടൺ സംവിധാനം ചെയ്ത ഒരേ ഒരു സിനിമയാണ് 1955 പുറത്തിറങ്ങിയ ക്ലാസിക് ചിത്രമായ ദ നൈറ്റ് ഓഫ് ദ ഹണ്ടർ. ദൈവദാസനെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഹാരി പൗൽ എന്ന അതിക്രൂരനായ വില്ലന്റെ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഡേവിഡ് ഗ്രെബിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ വരുന്നത്. 1930കളിൽ അമേരിക്ക വൻ സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ദൈവദാസന്മാരെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമാണ്. ഈ അവസരം മുൻനിർത്തി ഹാരി പൗൽ ദൈവദാസനായി അഭിനയിച്ച് ധനികരായ വിധവകളെ വിവാഹം കഴിച്ച് അവരുടെ പണം കവർന്നതിന് ശേഷം അവരെ കൊന്നു തള്ളുന്ന ഒരു ക്രൂരനായ സൈക്കോപാത്താണ്. അങ്ങനെയിരിക്കെ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു ബാങ്ക് കൊള്ളക്കാരൻ അപഹരിച്ചെടുത്ത പണം കണ്ടെത്താനായി അയാളുടെ വിധവയെ വിവാഹം ചെയ്യുന്നു. എന്നാൽ പണം എവിടെയാണെന്ന് അയാളുടെ മക്കളായ ജോണിനും പേളിനും മാത്രമേ അറിയൂ. ആ കുട്ടികളിൽ നിന്നും ആ രഹസ്യം അറിഞ്ഞ് അയാൾക്ക് ആ പണം കിട്ടുമോ ഇല്ലയോ, അതാണ് ഇതിൻ്റെ ഫുൾ സ്റ്റോറി. നമ്മൾ ഇതിൻ്റെ ഫുൾ സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്ത്രീ ഒരു സ്വപ്നദൃശ്യം പോലെയാണ് കുറച്ച് കുട്ടികളോട് ബൈബിളിലെ ഒരു വേദവാക്യം പറയുന്നതായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. കർത്താവ് പറയുന്നു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മോഷ്ടിച്ച കാർ ഓടിച്ചതിന് ഹാരി പൗൽ അറസ്റ്റിലായി മൗണ്ട്സ്വില്ലെ ജയിലിൽ 30 ദിവസം തടവിൽ കഴിയുകയാണ്. അയാളുടെ സെല്ലിൽ $10,000 ബാങ്ക് കൊള്ളയിൽ 2 പേരെ കൊലപ്പെടുത്തിയ ബെൻ ഹാർപ്പറുമുണ്ട്. ബെൻ ഹാർപ്പറിനെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആ സമയം സാമ്പത്തിക മാന്ദ്യം ബെൻ ഹാർപ്പറിന്റെ കുടുംബത്തെ സാരമായി ബാധിച്ചിരുന്നു. തൻ്റെ 2 മക്കൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാണ് ബാങ്ക് കൊള്ളയടിക്കുന്നത്. 2 പേരെ കൊന്നത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. കൊള്ളയടിച്ച പണം പോലീസ് പിടിക്കുന്നതിന് മുമ്പ് മക്കളായ ജോണിനോടും പേളിനോടും പറഞ്ഞിരുന്നു, ഒരിക്കലും അതാരെയും കാണിക്കരുതെന്നും വലുതാവുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അതിൽ നിന്നും ഉണ്ടാക്കാമെന്നും മക്കളോട് പറയുന്നു. ഹാരി പൗൽ ബെൻ ഹാർപ്പറിൽ നിന്നും പലതവണ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. കൊലപാതകത്തിന് തൂക്കിലേറ്റപ്പെടുമ്പോൾ ഹാർപ്പർ ആ രഹസ്യം അയാളോടൊപ്പം കൊണ്ടുപോകുന്നു. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം ഹാരി പൗൽ ഹാർപ്പറിൻ്റെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ ആ നാട്ടുകാരെയും എല്ലാം അയാൾ നിമിഷ നേരം കൊണ്ട് കയ്യിലെടുക്കുന്നു. ഹാർപ്പറിൻ്റെ വിധവയായ വില്ലയെ നോട്ടമിടുകയും ചെയ്യുന്നു. വാൾട്ടർ സ്പൂണിൻ്റെയും ഭാര്യ ഐസിയുടെയും പരിചാരികയായിരുന്നു വില്ല. ഈ ഐസി എന്ന് പറഞ്ഞ സ്ത്രീ ഭയങ്കര അധികം ദൈവവിശ്വാസികളുടെ ഒരാളാണ്. ഇച്ചിരി ഓവറാണെന്ന് തന്നെ പറയാം. ഈ ദൈവദാസന്മാരായുള്ളവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഓവർ ഭക്തി തലേ കയറി നടക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവർക്ക് നല്ലൊരു മനസ്സുള്ളയാളാണ്. ആ വില്ലയുടെ അവസ്ഥ മനസ്സിലാക്കി വില്ലയെ ഒരു സ്വന്തം സഹോദരിയായിട്ടാണ് അവൾ കാണുന്നത്. അധികം താമസിക്കാതെ തന്നെ എല്ലാവരുടെയും വിശ്വസത ഈ ഹാരി പൗൽ നേടിയെടുക്കുന്നുണ്ട് ആ നാട്ടിൽ ചെന്നിട്ട്. Now watch him. Wait a minute. An old left-hand hate is down for the count. പെട്ടെന്ന് തന്നെ വില്ലയെ അയാൾ വശത്താക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഐസിക്ക് ഹാരി പൗലിനെ ഭയങ്കര വിശ്വാസമാവുന്നുണ്ട്. പക്ഷെ മക്കളിൽ ജോൺ ആകട്ടെ ആദ്യം മുതൽക്കേ തന്നെ അയാളോട് വെറുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ പേള് ഇച്ചിരി കൂടി ഇന്നസെൻ്റ് ആണ്. അവൾക്ക് കള്ളത്തരങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉദിച്ചിരുന്നില്ല. അവൾക്ക് ഹാരി പൗലിനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടുകയും അയാളോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ നാട്ടിൽ ജോണിന് ആ കൂടി ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ അങ്കിൾ ബേർഡി എന്ന അവരുടെ ഒരു ബന്ധുവാണ്.
ഈ അങ്കിൾ ബേർഡി ഒരു നദിക്കരയുടെ അടുത്താണ് താമസിക്കുന്നത്. അങ്കിൾ ബേർഡിയുമായിട്ട് ജോൺ എപ്പോഴും തന്നെ സംസാരിക്കുകയും ഈ ജോണിൻ്റെ അപ്പൻ ബെൻ ഹാർപ്പറിനൊരു വള്ളം ഉണ്ടായിരുന്നു, അത് ഇച്ചിരി കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അത് ഉടനെ തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ വാക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അങ്കിൾ ബേർഡി ജോണിൻ്റെ അടുക്കൽ. പിന്നീട് പണം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ജോണിനറിയാമെന്ന് ഹാരി പവൽ സംശയിക്കുകയും അതിൻ്റെ സ്ഥാനം വെളിപ്പെടുത്താൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. പവൽ എത്ര ശ്രമിച്ചിട്ടും ആ കുട്ടികൾ അതിൻ്റെ സ്ഥാനം പറഞ്ഞു കൊടുക്കുന്നില്ല. ഹാരി വില്ലായെ വിവാഹം കഴിച്ചെങ്കിലും ഒരു ഭർത്താവ് ചെയ്യേണ്ട ഒരു കടമകളും അയാൾ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഒരു ദിവസം ഹാരി കുട്ടികളെ പണം എവിടെയെന്ന് ഭീഷണിപ്പെടുത്തുന്നത് വില്ല കാണാനിടയായി. അന്നു മുതൽ അവൾക്ക് അയാളിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ ഹാരി രഹസ്യമായി വില്ലയെ ഒരു നദിയിൽ മുക്കിക്കൊല്ലുന്നു. വാൾട്ടറും ഐസിയും അവളുടെ പെട്ടെന്നുള്ള തിരോധാനം ചോദ്യം ചെയ്തപ്പോൾ പാപജീവിതം നയിച്ച് അവൾ കുടുംബത്തെ ഉപേക്ഷിച്ചുവെന്ന് അയാൾ അവകാശപ്പെട്ടു. അങ്കിൾ ബേർഡി മീൻ പിടിക്കുന്നതിനിടെ വില്ലയുടെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷെ വില്ലയുടെ മൃതദേഹം തൻ്റെ വീടിൻ്റെ അടുത്തുള്ള നദിയിൽ കണ്ടതിനാൽ തന്നെ കുറ്റക്കാരനാക്കുമോ എന്ന് ഭയന്ന് അങ്കിൾ ബേർഡി പോലീസിൽ ഇതറിയിക്കുന്നില്ല. ഈ നിമിഷത്തിൽ ഹാരി പൗവൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥയിലാവുകയാണ്. കുട്ടികളെ ഉപദ്രവിക്കാൻ അവരുടെ പുറകെ അയാൾ പായുകയാണ്. I can hear you whispering, children, so I know you're down there. I can feel myself getting awful mad. Now, weren't you afraid, little lambs, down there in all that dark? Never mind what John said. John's a meddler. Now, looky. How about that? കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ പേളിൻ്റെ പാവയ്ക്കുള്ളിൽ പണം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. കുട്ടികൾ കൊല്ലാൻ വരുന്ന പവലിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്കിൾ ബേർഡിയുടെ അടുക്കൽ ചെല്ലുന്നു. പക്ഷെ അങ്കിൾ ബേർഡി സങ്കടവും ഭയവും മൂലം മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. നദിയിലൂടെ ഓടിപ്പോകാൻ അവർ പിതാവിൻ്റെ ചെറിയ വള്ളം ഉപയോഗിക്കുന്നു. ഇതിനോടകം അങ്കിൾ ബേർഡി ആ വള്ളം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിസാഹസികമായി ആ കുട്ടികൾ എങ്ങനെയോ ഹാരിയിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ ആ കുട്ടികൾ രക്ഷപ്പെട്ട് ഒരു കർഷകരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തിച്ചേരുന്നു. അങ്ങനെ അവർ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ച് ഒരുപാട് ദിവസത്തെ ഉറക്കക്ഷീണമെല്ലാം മാറ്റാനായി അവർ ഒരു കാലിത്തൊഴുത്തിൽ കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഇതിനിടെ പവൽ ഒരു കർഷകനെ കൊന്ന് ഒരു കുതിരയെ കരസ്ഥമാക്കി ആ കുട്ടികളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവസാനം ഹാരി പവൽ ആ കുട്ടികൾ ചെന്നെത്തിയ സ്ഥലത്തേക്ക് വന്നെത്തുന്നു. ഹാരി പവലിൻ്റെ ഒച്ചത്തിലുള്ള പാട്ട് കേട്ട് ജോൺ ഞെട്ടിയുണരുന്നു. ഇനി ഇവിടെയും ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കി രഹസ്യമായി ജോൺ പേളിനെയും കൂട്ടി അവിടുന്നും രക്ഷപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ വള്ളം തുഴഞ്ഞ് ഒരുപാട് ദൂരം ചെന്ന് ഒരു സ്ഥലത്തെത്തിച്ചേരുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവർക്ക് രക്ഷകയാവുന്നു. വഴിതെറ്റിയ കുട്ടികളെ പരിപാലിക്കുന്ന വളരെ സ്ട്രിക്റ്റും ഉറച്ച ദൈവവിശ്വാസിയുമായ റേച്ചൽ കൂപ്പറിൻ്റെ അടുക്കലാണ് അവർ ചെന്നെത്തുന്നത്. റേച്ചൽ ആ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവരുടെ ദേഹത്തെ ചെളികളെല്ലാം കഴുകി അവരെ നന്നായിട്ട് കുളിപ്പിച്ച് അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളാക്കുന്നു. റേച്ചലിൻ്റെ കൂടെ പിന്നെയും കുറച്ച് കുട്ടികളും കൂടിയുണ്ട്. അതിൽ റൂബി എന്ന പെൺകുട്ടി ഒരു കൗമാരപ്രായത്തിൽ എത്തിച്ചേർന്ന ഒരു പെൺകുട്ടിയാണ്. ഈ റേച്ചൽ ഈ കുട്ടികളെ അവരുടെ ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാനായിട്ട് മാർക്കറ്റിലേക്കൊക്കെ പറഞ്ഞു വിടാറുണ്ട്. അത്രയധികം ആ കുട്ടികളെ കൃത്യമായ ശിക്ഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അത്രയധികം സ്ട്രിക്റ്റും കരുതലോടും കൂടിയാണ് ആ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബിസിനസ് കാര്യങ്ങളെല്ലാം. അങ്ങനെ ഈ കുട്ടികൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് റൂബി എന്ന അവരുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി ഒരു തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇത് റേച്ചൽ അറിയുന്നുമില്ല. റൂബി ഈ മാർക്കറ്റിൽ പോകുന്ന സമയത്ത്
മറ്റ് ആൺപിള്ളേരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജോണും പേളും സുരക്ഷിതമായി തന്നെ റേച്ചലിന്റെ കൂടെ കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ജോണിനെയും പേളിനെയും റേച്ചല് ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും കൊടുക്കുന്നുമുണ്ട്. പേള് പണം സൂക്ഷിച്ചു വെച്ച പാവക്കുട്ടി പുറത്തെടുക്കുന്നതിൽ എപ്പോഴും തൻ്റെ നെഞ്ചോട് ചേർത്ത് അത് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ക്രൂരനായ ഹാരി പവൽ ആ നാട്ടിലേക്കും എത്തിച്ചേരുന്നു. അയാൾ അവിടെ എത്തിച്ചേരുമെങ്കിലും അവിടെ ഏകദേശം അവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിക്കുകയാണ്. റേച്ചലിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്നും റേച്ചലിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അയാൾ പഠിക്കുന്നു. അങ്ങനെ റൂബിയെ അയാൾ കറക്കിയെടുക്കുന്നു. അയാളുടെ മധുര സംഭാഷണത്തിൽ റൂബി മയങ്ങി വീഴുന്നു. റൂബിയിലൂടെ അയാൾ മനസ്സിലാക്കുന്നു ജോണും പേളും അവിടെ ഉണ്ട് എന്നും ആ പാവ കുട്ടികളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഉണ്ടെന്നുമൊക്കെ അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ദിവസം റേച്ചലിൻ്റെ അടുക്കലേക്ക് ഹാരി പവൽ വന്നെത്തുകയാണ്. റേച്ചലിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ഇവർ എൻ്റെ മക്കളാണ്. ഇവരുടെ അമ്മ ഒരു വഴിവിഴിച്ച സ്ത്രീയായിരുന്നു. അവൾ ഓടിപ്പോയതിൻ്റെ കൂടെ ഈ കുട്ടികളും ഓടിപ്പോയതാണ്. എൻ്റെ കുട്ടികളെ എനിക്ക് തിരിച്ചു തരണമേ എന്ന് അയാൾ ദയനീയമായി അവിടെ കിടന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. പക്ഷേ റേച്ചൽ വളരെ ബുദ്ധിമതിയായൊരു സ്ത്രീയായിരുന്നു. അയാളുടെ ആ മട്ടിലും ഭാവത്തിലുമൊക്കെ എന്തോ കള്ളത്തരമുണ്ടെന്ന് റേച്ചൽ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ ഹാരി പവൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടിരുന്നു. കുട്ടികളെ ചാടിപ്പിടിച്ച് അയാൾ ആക്രമിച്ച് ആ പാവ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ റേച്ചൽ തോക്കെടുത്ത് വെടിമുഴക്കുന്നു. അത് കണ്ട് പേടിച്ച് ഹാരി പവൽ പാവയെ അവിടെയിട്ട് കുട്ടികളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇരുട്ടിയതിനു ശേഷം അവൻ വീണ്ടും വരുന്നു. Shame on you, Ruby. Running around the house after that mad dog of a man. Figured I was gone, huh? രാത്രി മുഴുവൻ നീണ്ടു നിന്ന സംഘർഷത്തിനൊടുവിൽ റൈച്ചൽ അയാളെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. ഉടൻ തന്നെ പോലീസിനെ വിളിക്കുന്നു. വില്ലയുടെ കൊലപാതകവും മറ്റ് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം പോലീസ് ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു. പോലീസ് പൗവലിൻ്റെ കൈകൾ ബന്ധിക്കുന്നതിനിടയിൽ ജോൺ പൊട്ടിക്കരയുന്നു. അവൻ്റെ അപ്പൻ്റെ ഓർമ്മ ആ നിമിഷം ആ കുഞ്ഞു മനസ്സിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് അവനെല്ലാം മറന്ന് ആ പാവ തുറന്ന് പണമെല്ലാം ഹാരി പവലിൻ്റെ അടുക്കലേക്ക് വിതറുകയാണ്. ഹാരി പവലിൻ്റെ വിചാരണയ്ക്കിടെ അവൻ വിഡ്ഢികളാക്കിയ ആ നാട്ടുകാരെല്ലാം അവിടെ തടിച്ചുകൂടി. അവനെ തൂക്കിലേറ്റാൻ മുദ്രാവാക്യം മുഴക്കി. അവസാനം കോടതി ഹാരി പവലിന് വധശിക്ഷ വിധിക്കുന്നു. ജോണിനെയും പേളിനെയും റേച്ചൽ സ്വന്തമായി ഏറ്റെടുക്കുന്നു. ഈ സിനിമയിൽ ആദ്യം കാണിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സ്വപ്നദർശനം പോലെ ആ ഒരു വേദവാക്യം പറയുന്ന ആ ഒരു സീനിലെ ആ ഒരു സ്ത്രീ, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ തന്നെയായിരുന്നു റേച്ചൽ. ആ വഴിതെറ്റിയ കുഞ്ഞാടുകളെ നേർവഴി നടത്താനെത്തിയ യഥാർത്ഥ ദൈവദാസിയായിരുന്നു റേച്ചൽ. റേച്ചൽ ആ കുട്ടികളെയെല്ലാം അവരുടെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നു. റേച്ചൽ ആ കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു. അവിടം കൊണ്ട് ഈ സിനിമ തീരുകയാണ്. ഇതാ നൈറ്റ് ഓഫ് ദ ഹണ്ടർ. ഈ പടത്തിൻ്റെ സംവിധായകൻ ഒരു മികച്ച നടനായിരുന്നു. അയാൾ ഒരേ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ, അത് ഈ പടമാണ്. റോബർട്ട് മിച്ചം അവതരിപ്പിച്ച ഹാരി പവൽ എന്ന ആ അതിക്രൂരനായ വില്ലനെ ഈ സിനിമ കണ്ടവരാരും മറക്കത്തില്ല. ലോക സിനിമയിലെ ഏറ്റവും മികച്ച വില്ലന്മാരുടെ ലിസ്റ്റുകളിൽ ഉറപ്പായിട്ടും പേര് ചേർത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹാരി പവൽ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് ആൻഡ് സൗണ്ട് മാഗസീൻ 2022 പുറത്തിറക്കിയ എക്കാലത്തെ മികച്ച 250 ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 25ാം സ്ഥാനം ഈ പടം നേടുകയുണ്ടായി. അത്രയ്ക്കും മികച്ച ഒരു ക്ലാസിക് സിനിമയാണ്. സിനിമാ പ്രേമികൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട, ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ദ നൈറ്റ് ഓഫ് ദ ഹണ്ടർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി മുന്നോട്ട് ചെയ്യാൻ എനിക്കതൊരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വിൻറ്റേജ് സൂമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.